ക്രിസ്തുമസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോർന്ന വിഷയത്തിൽ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ. ചോദ്യക്കടലാസ് ചോർന്നത് അധ്യാപകരുടെ ഒത്താശയോടെയാണെന്ന നിഗമനത്തിലാണ് സർക്കാർ. ഇടതുപക്ഷ സംഘടനയുടെ അധ്യാപകർക്കും ഇതിൽ ഒരു പങ്കുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നു. സർക്കാർ ശമ്പളം പറ്റി സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ AEO DEOമാർക്ക് നിർദ്ദേശം നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഇവർക്കെതിരെ നടപടിയെടുക്കാനും ചില വിഷയങ്ങളിലെ ചോദ്യക്കടലാസ് കൂടുതൽ പുറത്താവുന്നത് തടയാനും പ്രത്യേകം നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില യൂട്യൂബ് ചാനലുകളും സ്വകാര്യ ട്യൂഷൻ നടത്തുന്നവരും താൽക്കാലിക ലാഭത്തിന് ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തി ചാനലുകളിലൂടെ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുവരുന്ന കാഴ്ചയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് ചില അധ്യാപക സംഘടനയുടെ നേതാക്കളും ഇത്തരം പ്രവർത്തനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പങ്കെടുക്കുന്നുള്ളത് നിരാശാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് DGPക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെയും +1 ഗണിതത്തിൻ്റെയും ചോദ്യങ്ങളാണ് ചോർന്നത്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിലും അച്ചടിയിലുമൊക്കെ രഹസ്യ സ്വഭാവം ഉണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിശദീകരണം. എന്നിട്ടും എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെ ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് 1-2 ദിവസം മുമ്പ് ചോരുന്നതും യൂട്യൂബ് ചാനലുകളിലും വാട്സപ്പിലുമൊക്കെ ഇത് പ്രചരിക്കുന്നതും എന്ന് പ്രത്യേകമായി അന്വേഷണം നടത്തണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ മുളച്ചു പൊന്തുന്ന സ്വകാര്യ ട്യൂഷൻ സംരംഭകർ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയും കുട്ടികളെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയും ധാരാളം പണം മുടക്കി ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരെ സമീപിക്കുകയും അവരിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനുകൾ ചോർത്തി തങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മകളിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വഴിയും തങ്ങളുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നടപടിയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് പല പ്രാവശ്യം PSCയുടെയും UPSCയുടെയും അടക്കമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ചോർത്തിക്കൊടുത്ത സംഭവങ്ങൾ നാം ധാരാളമായി കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് നാം തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യക്കടലാസ് യൂട്യൂബ് വീഡിയോയിലൂടെ പുറത്തുവിട്ടെന്ന ആരോപണത്തിൽ നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻ CEO ഷുഹൈബ് അറിയിച്ചു. യൂട്യൂബ് വീഡിയോയിലൂടെ ചോദ്യക്കടലാസ് ചോർത്തിയെന്ന ആരോപണം ഇതിൽ നിഷേധിച്ചിട്ടില്ല. ചാനലിൻ്റെ വളർച്ചയിൽ അസൂയുള്ള മറ്റു ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ആരോപണങ്ങളുടെ പിന്നിലെന്ന് ഷുഹൈബ് പറഞ്ഞു. ഓണപരീക്ഷാ സമയത്തും ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ചോദ്യക്കടലാസ് ചോർച്ച ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിൽ ധാരാളം ലേണിംഗ് ആപ്പുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും സജീവമാണ്. ഇവരുടെ കിടമത്സരത്തിൻ്റെ ഭാഗമായാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരെ സ്വാധീനിച്ച് അവർക്ക് ധാരാളം പണവും മറ്റും വാഗ്ദാനം ചെയ്ത് അവരിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൈക്കലാക്കി തങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ വാട്സപ്പിലൂടെയും അവർക്ക് യൂട്യൂബ് ചാനൽ വഴിയും എത്തിച്ച് കൂടുതൽ മാർക്ക് വാങ്ങി കൂടുതൽ റാങ്ക് വാങ്ങി അവരെ പുറത്തിറക്കുകയും അങ്ങനെ തങ്ങളുടെ സ്ഥാപനമാണ് ഏറ്റവും മികവുറ്റത് എന്ന് പരസ്യം നൽകി കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിനെതിരെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിച്ച് കൃത്യമായ നടപടികൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പേരെടുത്ത കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാഭ്യാസ രീതികളും പാടെ ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.